രേണുസുധിയുടെ ലൈവിൽ നഗ്നത പ്രദർശിപ്പിച്ച് ആരോ ഒരാൾ രേണുസുധിയുടെ മുറി. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. രേണുസുധിയുടെ കഴിഞ്ഞ ദിവസത്തെ ലൈവ് അവരുടെ മുറിയിൽ ആരോ നഗ്നത പ്രദർശിപ്പിച്ചെന്നും ഒക്കെ പറഞ്ഞു ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഈ രേണുസുധിയുടെ ലൈവ് വന്ന സമയത്ത് നമ്മളാണ് ഫസ്റ്റ് ലൈവ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ ലൈവിൽ ഇങ്ങനെയുള്ള നഗ്നത പ്രദർശിപ്പിച്ച് ആരും വന്നിട്ടൊന്നുമില്ല. അവരുടെ മുറിയിലും ആരും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി കാണിക്കൂട്ടുന്ന തെണ്ടിത്തരങ്ങൾ എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ സത്യസന്ധമായ വാർത്തയാണ്, അല്ലാതെ രേണുസുധിയുടെ അവർ ലൈവ് നടത്തി എന്നുള്ള സത്യമാണ്. അവർ നാക്ക് കൊണ്ട് ഇണക്കി പല കോപ്രാന്തകൾ കാണിച്ചും നിക്കറിട്ടും ഒക്കെ ലൈവ് നടത്തി എന്നുള്ള സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ എന്തും പറയാന്നുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. രേണുസുധിയുടെ ലൈവുകളിൽ നഗ്നത പ്രദർശിപ്പിക്കുന്നത് ആരോ ഒരാൾ തുണിയില്ലാതെ ഓടി അവരുടെ റൂമിൽ കയറി എന്നൊക്കെ പറഞ്ഞ് പല യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നു. ഇത് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വെറും ശുദ്ധ തണ്ടിത്തരാണ്. ഇത് ഓരോരുത്തർ റീച്ചിന് വേണ്ടി ചെയ്തതെന്ന് എനിക്ക് പറയാനുള്ളത്. അവരുടെ ഒരു ലൈവിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ കാട്ടിക്കൂട്ടിയ കുറേ കോപ്രാന്തങ്ങളാണ്, അതേക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്ര. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങളും പിന്നെ റീച്ചിന് വേണ്ടിയല്ലേ കാട്ടിക്കൂട്ടുന്നത്? പക്ഷെ ഞാൻ കാണിക്കുന്ന സത്യസന്ധമായ വാർത്തകൾ. അവർ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ ഇടുക. അല്ലാതെ ചെയ്യാത്ത കാര്യങ്ങൾ, ഒരാൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ഇടാറില്ല. അത് എനിക്ക് അങ്ങനെ പറ്റത്തുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. നിങ്ങൾ ഒരു കാര്യം ചോദിക്കുക, എന്തും ആകാം, അല്ലെങ്കിൽ അവരോട് എന്തും ആകാം എന്നുള്ളതല്ല. നമ്മൾ അവർ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിമർശിക്കേണ്ടതാണ്, വിമർശിക്കണം. അല്ലാതെ റീച്ചിന് വേണ്ടി ഇതുപോലെ തെണ്ടിത്തരങ്ങൾ കാട്ടിക്കൂട്ടരുത് എന്നെനിക്ക് ഈ സോഷ്യൽ മീഡിയയിലുള്ളവരോട് പറയാനുള്ളൂ. ഓരോ നിങ്ങൾ ഇത് എടുത്ത് നോക്കുക, രേണുസുധിയാണ് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത്, അതിലൊരു സംശയമില്ല. പക്ഷേ രേണുസുധി കാണിച്ചത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റ് തന്നെയാണ്. പക്ഷേ അവരുടെ ലൈവിൽ അവരുടെ റൂമിൽ ആരോ നഗ്നത പ്രദർശിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ വെറും തെണ്ടിത്തരമെന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഒരാളുടെ വിമർശിക്കാം, പക്ഷേ ഒരുപാട് അങ്ങോട്ട് ചീത്തയായിട്ട് വിമർശിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നമ്മൾ അവരുടെ തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുക, അവരെ വിമർശിക്കാം. അല്ല റീച്ചിന് വേണ്ടി ഇങ്ങനെ കാണിക്കരുത്. നമുക്കൊക്കെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളതാണ്, സഹോദരിമാരും ഒക്കെ ഉള്ളതാണ്. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? വളരെ മോശമായ കാര്യമാണ്. രേണുസുധിയുടെ ഒരു ലൈവിൽ പോലും അങ്ങനെ ഒരു നഗ്നതാ പ്രദർശനം അവരുടെ റൂമിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ റൂമിൽ തുണിയില്ലാതെ ആരും വന്ന് നിന്നോ ഒന്നുമില്ല, ഓടിപ്പോയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ തന്നെ ആണ് ലൈവ് നടത്തിയത്. എന്നിട്ട് ഓരോരുത്തരും ഓരോ ചാനലിൽ ഇട്ടിരിക്കുന്നതാണ്. എന്തൊക്കെയാണെന്നറിയോ? അവർ കാണിച്ചത് നമ്മൾ വിമർശിക്കാം, നമുക്ക് വീഡിയോ ഇടാം എന്നും പറഞ്ഞ് ചെയ്യാത്ത കാര്യത്തിന് അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറ. നമ്മളൊരു കാര്യം ചെയ്യാത്തതുണ്ടെങ്കിൽ അതിന് കുറ്റപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ഇത് ചെയ്യാത്ത കാര്യത്തിന് കുറ്റപ്പെടുത്തുകയാണ്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ ഒരാവശ്യമില്ലാതെ എന്തിനാണോ അവരെ അവരുടെ വഴിക്ക് വിടുക. പക്ഷെ അവർ കാണിക്കുന്ന ഓരോ ലൈവിൽ അവർ കാണിക്കുന്ന കോപ്രാന്തങ്ങളും ഓരോ വീഡിയോസിന് നമുക്കത് പ്രതികരിക്കാം, അതിനുള്ള ഇതുണ്ട്. അല്ലാതെ അവർ ചെയ്യാത്ത കാര്യത്തിന് നമ്മൾ എന്തിനാണ് പറയുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുക ഒന്നുമല്ല. അവർക്ക് എതിരെ ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ രേണുസുധി ഇപ്പം കാട്ടിക്കൂട്ടുന്ന അഹങ്കാരത്തിനും തെമ്മാടിത്തരത്തിനും എതിരായി ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ലോജിക്കില്ല, അല്ല ഒരു ജെനുവിനല്ലാത്ത ഒരു ന്യൂസ് വരുമ്പോൾ നമ്മളത് പ്രതികരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.